ഹലോ, എല്ലാവർക്കും നമസ്കാരം. അച്ഛനും ഞാനും ശ്രീയേട്ടനും കൂടെ ഒറ്റപ്പാലത്തേക്ക് പോവാണ് കേട്ടോ. ഒരു ടി വി വാങ്ങിക്കാനാണ് ഈ പോക്ക്. ശ്രീയേട്ടൻ എൻ്റെ വല്യമ്മയുടെ മോനാണ്, അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മകൻ. ശ്രീകുമാർ എന്നാണ് പേര്, ഞാൻ ശ്രീയേട്ടൻ എന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോവാണ്. ഈ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ അച്ഛൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി, ഞാനതാണ് വീഡിയോ എടുത്തത് കേട്ടോ. അച്ഛൻ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെ തോന്നി എനിക്ക്. പാവം എൻ്റെ അച്ഛൻ, അന്തം വിട്ടിരിക്കുന്നൊരു കുട്ടിയെ പോലെ അല്ലേ. ടി വി വാങ്ങിക്കാനുള്ള ദ്രവ്യം എടുക്കാൻ വേണ്ടി അച്ഛനെ ATM കയറിയതാട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ റേഷൻ കട. റേഷൻ കടയും ATM ഒക്കെ അടുത്തടുത്താണ്. അങ്ങനെ ദ്രവ്യമൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് വെച്ച് പിടിച്ചു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, അതാണ് ഷോപ്പിൻ്റെ പേര്, ഒറ്റപ്പാലത്ത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ TV വാങ്ങിയത്. അത്യാവശ്യം വലിയ ഷോപ്പ് തന്നെയാണ്. അവർക്ക് ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചുകളുണ്ട്. തൃശ്ശൂർ, കൊടകര, ചേലക്കര എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം ബ്രാഞ്ചിലാണ് പോയത്. അവിടെ പോയിട്ട് ഓരോ TV ഒക്കെ നോക്കി. 32 ഇഞ്ചിൻ്റെ TV ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞു വെച്ചാൽ. പിന്നുള്ളത് 43-ൻ്റെ, അത് ഒരുപാട് വലുതാവും, നമുക്ക് 32 തന്നെ മതി എന്ന് പറഞ്ഞിട്ട് 32 ഇഞ്ചിൻ്റെ TV ആണ് വാങ്ങിച്ചത്. പാനസോണിക്കാണ് അവസാനം ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. എനിക്ക് പാനസോണിക്കാണ് കുറച്ചുകൂടെ നന്നായി തോന്നിയത്. അപ്പോൾ അതുതന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ TV ഒക്കെ സെലക്ട് ചെയ്തു. അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, തിരിച്ചു പോന്നു. അപ്പോൾ അവർ പറഞ്ഞു TV അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും, അത് കഴിഞ്ഞ് അതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ദേ നമ്മുടെ തൊടിയിൽ നോക്കി ഒരു വിരുദ്ധൻ പീലിയുമായി അതിലൂടെ ഓടിച്ചാടി നടക്കുന്നു. അങ്ങനെ ദാ നമ്മുടെ പാനസോണിക് TV വീട്ടിലെത്തി കഴിഞ്ഞു ഗൈസ്. ഇനി അതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് പിന്നെ അത് നമുക്ക് ഫിറ്റ് ചെയ്ത് തരുകയും ചെയ്തു. അങ്ങനെ 10-11 ദിവസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ വീണ്ടും TV ഓണായി. നമുക്ക് ലഡു വിതരണം ചെയ്യാം അല്ലേ? നല്ലൊരു സന്തോഷ വാർത്ത ആയതുകൊണ്ട് ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും നമ്മൾ ആഘോഷിക്കണം ഗൈസ്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.